അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനും യോജിയും മക്കളും ഈ സമയത്ത് നാട്ടിലേക്ക് വന്നതെന്ന് തൻവി തുറന്നു പറഞ്ഞിരുന്നു. നിരന്തരമായി അമ്മൂമ്മ വിളിച്ച് ഒറ്റപ്പെടലിനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു. അപ്പൂപ്പനുള്ള സമയം മുതൽ മക്കളെ നാട്ടിലേക്ക് വായോ, ഞങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, കുറേ കഴിഞ്ഞ് പോവാമെന്നായിരുന്നു കരുതിയത്. പ്രസവശേഷമായി പോകുമ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കാണാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനുമൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപ്പൂപ്പൻ്റെ വിയോഗവാർത്ത വന്നത്. അവസാനമായി ഒന്ന് കാണാൻ പോലും വരാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷമായിരുന്നു അമ്മൂമ്മയുടെ കോളിൻ്റെ എണ്ണം കൂടിയത്. മക്കളെ, ഞാനിവിടെ തനിച്ചാണെന്നും എന്നെ നോക്കാനോ കാണാനോ വരാനോ ആരും ഇല്ലെന്നുമായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. വ്ളോഗിൽ തൻവി ഇത് കാണിച്ചതോടെ രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു സിന്ധു കൃഷ്ണ നേരിട്ടത്. മൂത്ത മകളായിട്ടും വീടിന് അടുത്തായിട്ടും സിന്ധുവും മക്കളും അങ്ങോട്ടേക്ക് പോവാത്തതെന്തായിരുന്നു ചോദ്യങ്ങൾ. ഇളയ മകളായ സിമി നാട്ടിൽ ഇല്ലാത്തതിനാൽ മൂത്ത മകളല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. മാത്രവുമല്ല, അപ്പൂപ്പനെ നോക്കുന്നതിൻ്റെ 10-1 പോലും അമ്മൂമ്മയെ നോക്കുന്നൊന്നുമില്ലല്ലോ എന്നായിരുന്നു വിമർശനങ്ങൾ. അമ്മയെക്കുറിച്ച് വളരെ മോശം കമൻറ്റുകൾ വന്നതോടെയാണ് അഹാന വ്ളോഗിലൂടെയായി പ്രതികരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറയാൻ നിൽക്കേണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് പ്രതികരിക്കാനാവുന്നില്ലെന്നായിരുന്നു അഹാന പറഞ്ഞു തുടങ്ങിയത്. ഫാമിലി ഗ്രൂപ്പിലെ മെസ്സേജുകളെക്കുറിച്ചും അമ്മൂമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു അഹാന പറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് OCD പ്രശ്നമാണ്. അവിടെ ആരും ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല. വീട്ടിലേക്ക് വരുന്ന ഹോം നേഴ്സിനോടും ജോലിക്കാരോടുമെല്ലാം വഴക്കിടും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൈസയൊക്കെ കൊടുത്ത് അമ്മയാണ് അവിടേക്ക് ആളെ വിടുന്നത്. അവിടെ ചെന്ന് മണിക്കൂറുകൾ കഴിയുന്നതിനിടയിൽ തന്നെ അമ്മൂമ്മ അവരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് വഴക്കിടും. അമ്മൂമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും തൻവി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്നും അഹാന പറഞ്ഞിരുന്നു. നാട്ടിലേക്ക് പെട്ടെന്ന് വന്നതിനു പിന്നിലെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അഹാനയെക്കുറിച്ചോ സിന്ധു അമ്മയെ അപമാനിക്കാനോ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. വ്ളോഗിലൊന്നും അമ്മൂമ്മയെ കാണുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങൾ നേരത്തെ വന്നതുമാണ്. പിന്നീടായിരുന്നു തൻവി അമ്മൂമ്മയോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചത്. അഹാനയിൽ നിന്നും വളരെ മോശം അനുഭവങ്ങളാണ് താൻ നേരിട്ടത്. തെളിവായി ഫോണിൽ മലയാളത്തിൽ എഴുതിയച്ച മെസ്സേജുകളും അവർ വായിച്ചിരുന്നു. തന്നെ തെറി വിളിക്കുകയും ഉപദ്രവിക്കാൻ വരികയുമൊക്കെ ചെയ്തപ്പോൾ താനും പ്രതികരിച്ചിട്ടുണ്ടെന്നായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. അഹാനയുടെ തനിനിറം പുറത്തായതോടെയായിരുന്നു വീഡിയോ അപ്രത്യക്ഷമായത്. തൻവിയുമായി കോംപ്രമൈസ് ടോക്കിലാണെന്നും ഇനി ഈ വിഷയം യൂട്യൂബ് ചാനലിൽ ഇടില്ലെന്നുമായിരുന്നു അഹാന പറഞ്ഞത്. തൻവിയും പോസ്റ്റിലൂടെയായി വീഡിയോ റിമൂവ് ചെയ്തതിൻ്റെ കാരണം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അമ്മൂമ്മയ്ക്കൊപ്പമുള്ള പുത്തൻ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് തൻവി. ഫാമിലി ടൈം എന്നായിരുന്നു ക്യാപ്ഷൻ. യോജിയടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്.